എന്തൊക്കെ ഉണ്ടേട്ടാ വിശേഷം? എന്താ വിശേഷം? ഇങ്ങനെ പോണ്, കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് പോണ്. പിന്നെ ഈ പഴയ മലയാള സിനിമയുടെ തുടക്കം മുതൽ ആ പഴയ കാല കഥകൾ എങ്ങനെ ഉണ്ണേട്ടാ? ഞാൻ ഫസ്റ്റ് സിനിമ കാണുന്നത് ജീവിത നൗകയാണ്. മെഹബൂബൊക്കെ പാടിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പഴയ കാലത്ത് ഒരു അഭിമാനിക്കുന്ന ഒരു താരമുണ്ട്, മുതുകുളം രാഘവൻപിള്ള. ഇന്നത്തെ തലമുറക്കൊക്കെ അറിയാമെന്ന് അറിയില്ല. ഇത്ര സുഖങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ് അദ്ദേഹമൊക്കെ നല്ല എഴുത്തുകാരനും കേമപ്പെട്ട ആളാണ്. ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഞാൻ ഒരു നമസ്കാരം പറയാണ്. കാരണം മറക്കാൻ പറ്റാത്ത ചില ഓർമ്മകളിൽ പെട്ട ഒരു ആളാണ് മുതുകുളം രാഘവൻപിള്ള. അപ്പം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് എന്നും ദൈവം നിത്യശാന്തി കൊടുക്കട്ടെ. അതാണ് അത്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രയും ത്യാഗങ്ങൾ സഹിച്ച ആൾക്കാരിൽ പെട്ടതാണ് ബാലൻ. അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, കാണാത്ത പുതിയ തലമുറ അറിയില്ല. ബാലൻ എന്ന് പറഞ്ഞ പടം ഉണ്ട്, ഞാൻ കണ്ടിട്ടില്ല, കാണാൻ പറ്റില്ല. ഇതാണ് ഞാൻ ആദ്യം കാണുന്നത്, ജീവിത നൗക. അപ്പോൾ അദ്ദേഹം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പടമാണ് ഫസ്റ്റ് കാണുന്നത്. അന്നത്തെ സിനിമയിൽ ശരിക്കും പറഞ്ഞ കാറോ ഭക്ഷണോ ഇതൊന്നും ഇത്ര സൗകര്യം ഉണ്ടാവില്ല എന്ന് എൻ്റെ ഓർമ്മ. അന്നൊന്നും അഭിനയിച്ചിട്ടില്ലല്ലോ. അങ്ങനെ അക്കാലത്ത് സിനിമ കാണാൻ തുടങ്ങിയതാണ്. ഇപ്പം ചുരുക്കം പറഞ്ഞ കുറച്ച് സിനിമകൾ അഭിനയിക്കാൻ പറ്റി ദൈവാധീന. ഇനി പറ്റോട്ടില്ലെന്നൊക്കെ വേറെ കാര്യം. അതാണ് അന്നത്തെ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇന്നിപ്പോൾ ഏതായാലും ഉണ്ണിയേട്ടൻ ഒരുപാട് പുതിയ സിനിമകളിൽ അഭിനയിച്ചു, അവാർഡും കിട്ടി. ഈ അവാർഡ് കിട്ടിയതിന് ശേഷം ഉണ്ണിയേട്ടൻ എന്താണ് തോന്നുന്നത്? അതൊരു ചോദ്യമാണ്. അവാർഡ് കിട്ടിയതിന് ശേഷം ഇന്നെ സംബന്ധിച്ചായിരിക്കും പറഞ്ഞാൽ ഞാനൊരു നാൽക്കാലി കച്ചവടക്കാരനായ ഒരു കൂലിപ്പണിക്കാരൻ. അങ്ങനെയാണല്ലോ എൻ്റെ പണി. അപ്പോൾ ഇന്നെ സംബന്ധിച്ച വരയ്ക്കും ഉറുമ്പിന് ഇറവെള്ളം സമുദ്രം എന്നാ. എങ്ങനെ മനസ്സിലായി? ഉറുമ്പിന് ഇറവെള്ളം വീഴില്ലേ, അത് സമുദ്രമാണ്, കടലാണ്. ഇന്നെ സംബന്ധിച്ചായിരിക്കും അത് ഏറ്റവും വലിയ കാര്യമാണ്. കാരണം ചിന്തിക്കാനും കൂടി പറ്റില്ല അതൊന്നും. വലിയ ആൾക്കാരുടെ ഇടയിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ തന്നെ ജീവിതത്തിൽ ചെല്ലാത്ത മനുഷ്യനായാൽ നാടൻ മനുഷ്യന്മാരാണ്. എല്ലാവർക്കും കിട്ടാത്തൊരു സൗഭാഗ്യമാണ്. വിദ്യാഭ്യാസം ഇല്ല, എഴുത്തില്ല, വായനയില്ല, ഇങ്ങനത്തെ ഒരാൾക്കത് കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയൊരു ചരിത്രമല്ലേ. അതും ഒരു കന്നുവച്ചോടക്കാരൻ. അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം ഞാൻ പറയുള്ളൂ. ഇനിയിപ്പോൾ പിന്നെ പുതിയ സിനിമകൾ വല്ലതും ഡേറ്റ് കൊടുത്തിട്ടുണ്ടോ, അതോ ഇനി തുടർന്ന് ഫിലിം കിട്ടിയിട്ടുണ്ടോ? സിനിമ ഇനിയിപ്പോൾ ഇറങ്ങാനുള്ള പടം മറിമായത്തിൻ്റെ മണികണ്ഠൻ പട്ടാമ്പി പുതിയ ഫിലിം പഞ്ചായത്ത് കെട്ടിയ പേര്. അപ്പൊ കാര്യം ഇങ്ങനെയൊക്കെ ഇറങ്ങുകയാണെങ്കിൽ എല്ലാ കേരളത്തിലെ എല്ലാ ആൾക്കാരും പോയി കാണുക, സിനിമ വിജയിപ്പിക്കുക. അതുകൂടി ഉണ്ണിയായിട്ട് പറയണം. അതെങ്ങനെ കോമഡിയാണോ അതോ കുടുംബകഥയാണോ, എങ്ങനെയാണ് അത് ചിന്തിക്കാനും ചിരിക്കാനും എല്ലാം ഉൾക്കൊണ്ടിട്ടാണ്. മരുമായത്തിന്റെ ടീമാവും പിന്നൊന്നും പറയാനില്ല. കാരണം അവരെല്ലാതും അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവരെടുക്കുന്നതും. ഓക്കെ, അപ്പൊ ഫിലിമും അത്രയും പെർഫെക്ഷൻ ആയിട്ടാണ് അവരെടുക്കുള്ളൂ. അതെ, തീർച്ചയായിട്ടും. മണികണ്ഠൻ പട്ടാമ്പി ഒക്കെ ആ സലീം അത് സൂപ്പർ രംഗാണ്. ഉണ്ണിയേട്ട ഇപ്പൊ ഒരുപാട് യുവ നടന്മാരുടെ കൂടെ ഒരുപാട് സിനിമകളിൽ ഉണ്ണിയേട്ട അഭിനയിച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും സൂപ്പർ താരങ്ങളെ ഫിലിമിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് നടൻ്റെ കൂടെ അഭിനയിക്കാനാണ് ഉണ്ണിയേട്ട താല്പര്യം? ഒരുപാട് സിനിമ പറഞ്ഞൊരു 30-30 സിനിമയുടെ മേലായി കാണണം. പണം ഉണ്ടാവണം സുമാർ. അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നുപോയി. ചെറിയ വേഷങ്ങളല്ലേ അങ്ങനെ പോയി. മഹലിന് മാത്രമാണ് നല്ല വേഷം. ഇപ്പം ഈ മണികണ്ഠൻ്റെ ഈ പടത്തിൽ മറിമായത്തിൻ്റെ പടം അത്യാവശ്യം സീനുണ്ടായില്ല. മണ്ഡപത്തിൻ്റെ അച്ഛനായിരിക്കും. അങ്ങനെയാണ്. പിന്നെ വലിയ ആഗ്രഹങ്ങൾ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. തലയിൽ നമുക്ക് എന്ത് ദൈവം തമ്മിലെ എഴുതിയിട്ടുണ്ടോ അതേമാതിരി നടക്കും. ഇനിയിപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് നമ്മളിവിടെ അവസാനിക്കുമെന്നുള്ളത് നമുക്കറിയില്ല. അറിയോ? പിന്നെ ഇതിനെ ആഗ്രഹിക്കുന്നു. അത് വിധി പ്രകാരം നടക്കട്ടെ. ആരായാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ അഭിനയിക്കും. ഓക്കെ. പിന്നെ ഉണ്ണിയേട്ടന് അവാർഡ് കിട്ടിയത് മഹൽ നല്ല സിനിമയിലാണ്. അതെ. ആ സിനിമ ജനങ്ങൾ മൊത്തം കാണാനുള്ളൊരാഗ്രഹമുണ്ട്. അപ്പോൾ അത് എന്നാണ് റിലീസിനുള്ള വല്ല വിവരമുണ്ടോ? ജനങ്ങൾ അതിന് കാത്തിരിക്കുകയാണ്. അതിനെപ്പറ്റി കൃത്യമായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. ഇല്ല. ഏതായാലും അത് അവാർഡിന് വെച്ച് നമുക്കത് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞു.
ആ കിട്ടിയ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു. ഉറുമ്പിന്റെ അറവളം ഇന്നെ സംബന്ധിച്ചിടക്കും വലിയ കാര്യമാണ് അത്. പക്ഷെ ജനങ്ങൾ മൊത്തം കാത്തിരിക്കണത് ആ ഒരു ഫിലിം കാണാൻ. അപാര ഫിലിമാണ്, അപാര ഫിലിമാണ്. നല്ല കഥയും അതേമാതിരിയാണ്. മാതിരി മണികണ്ഠന്റെ പടം അതേമാതിരി തന്നെയാണ്, ചിരിക്കാനും ചിന്തിക്കാനും ഉള്ള സിനിമയാണ്. ആയിക്കോട്ടെ, നമുക്ക് ഒരുമിച്ച് പോയിരുന്നു കാണാം. പിന്നെ ഉണ്ണിയേണ്ട പഴയ ബിസിനസ് ഫസ്റ്റ് കച്ചവടമാണല്ലോ. ഇപ്പോഴും ഉണ്ണിയേട്ട ബിസിനസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ജനങ്ങളും ഉണ്ണിയേട്ടനെ അറിയണതാണ്. അതെ. അപ്പൊ ഈ ഫസ്റ്റ് കച്ചവടമായിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെ ചെന്നാലും ഉണ്ണിയേട്ടനെ അറിയാലോ. ആരെങ്കിലും ഉണ്ണിയേട്ടനോട് ചോദിച്ചിട്ടുണ്ടോ, ഉണ്ണിയേട്ട നിങ്ങളിപ്പോ ഒരു സിനിമാ നടനാണ്, അവാർഡും കിട്ടി? പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ആൾക്കാർ എന്നോട് ചോദിക്കും, ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യം ഉണ്ടല്ലോ, ഇത് എന്നോട് ജനങ്ങൾ ചോദിക്കണത് തന്നെയാണ്. നിങ്ങൾക്ക് സിനിമയൊക്കെ ഇല്ലേ, എന്താ പിന്നെയും പൈക്കച്ചവടം? സത്യം പറയട്ടെ, ഈ പൈക്കച്ചവടം എൻ്റെ പൂർവികമായ തൊഴിലാണ്, ചെറിയതല്ല. എൻ്റെ അമ്മമാരായി തുടങ്ങി ഞാനായിട്ട് അത് കൊണ്ടു നടക്കുന്നുണ്ട്. എൻ്റെ മരണം വരെ അത് എത്തിപ്പോട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അണ്ണാക്കിൽ വെള്ളം പറഞ്ഞ പൈക്കച്ചവടം വേണം. സിനിമ കണക്കൂട്ടിയൊന്നും ജീവിക്കാൻ പറ്റില്ല. അത് അന്നാ വന്ന് പോയാൽ പോയി. അതൊരു തൊഴിലായിട്ട് ഞാൻ അംഗീകരിക്കില്ല. അതാര് വന്നിട്ട് അങ്ങനെ, കാരണം ഈ നാടകമൊക്കെ ചെയ്തുകൊണ്ടൊരു അതിനോട് താല്പര്യം അത്രമാത്രം. പിന്നെ ഉണ്ണിയാണ്ടപ്പോൾ പിന്നെ സിനിമയിൽ മാത്രമല്ല അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നല്ലൊരു കഥാപാത്രം വേറൊരു ടെലിഫിലിമിൽ ഒരു കിട്ടുകയാണെങ്കിൽ ഉണ്ണിയേട്ടൻ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, അതോ സിനിമയിൽ തന്നെ തുടരാനാണോ താല്പര്യം? സിനിമയിൽ നമ്മൾ അഭിനയിക്കുന്നുണ്ട്, ജീവിതത്തിൽ അതിലും വലിയ അഭിനയം ഞാൻ അഭിനയിക്കുന്നുണ്ട്. അഭിനയിച്ച് വന്നവനാണ് ഈ പ്രായം കൊണ്ട്. കാണാത്തവന് ഒരു അഭിനയം ബാക്കിയില്ല. ഏത് ടെലിഫിലിം നല്ല കഥയാണ്. എനിക്ക് കഥ എന്നാവണം. മൂല്യം. സിനിമ എന്ന് പറഞ്ഞ ഒരു മാധ്യമമാണ്, ചെറിയ കാര്യമല്ല. ഇപ്പോഴത്തെ സിനിമക്ക് ഞാൻ കുറേ ആയി സിനിമക്ക് പോയിട്ട്. മമ്മൂക്കാട് അന്നൊരു പടം വന്നപ്പോൾ ഞാൻ കണ്ടാ, എന്തൊരു ചെയ്ത്താൻ്റെ ഒരു പടം, അത് കണ്ടു ഞാൻ. പിന്നെ ഞാൻ പോയിട്ടില്ല. അങ്ങനെയാണ്, മാധ്യമമാണ് സിനിമ. കഥ അങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലാവാനുള്ള മെസ്സേജുകൾ വേണം. അതാണ് മാധ്യമമാണ് സിനിമ. അങ്ങനെയാണെങ്കിൽ നല്ലൊരു കഥ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാനൊരു 2 ടെലിഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫിലിമിന് കൂടെ ഉണ്ണിയേട്ടൻ്റെ കൂടെ അഭിനയിക്കണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഉണ്ണിയേട്ടനോട് ചോദിച്ചില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉണ്ണിയേട്ടൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു കഥയാണ്, ഇഷ്ടപ്പെട്ട കഥയാണെങ്കിൽ ഉണ്ണിയേട്ടൻ്റെ കൂടെ നിൽക്കുന്ന അഭിനയിക്കുന്നുണ്ട്. അതിന് ഉണ്ണിയേട്ടൻ ചെറിയ ചാൻസ് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. അല്ല, സിനിമ തന്നെ ഞാൻ അഭിനയിപ്പിച്ചിരിക്കും. എനിക്ക് പറ്റിയ ജോലിക്കാരുടെ സിനിമ എടുക്കുമ്പോൾ ഞാൻ അഭിനയിപ്പിച്ചിരിക്കും. അത് ഉണ്ണിയേട്ടൻ പറയുന്നത് ദൈവനിഷ്ഠയാണ്. അപ്പോൾ ഉണ്ണിയേട്ടൻ കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കും. ജനിക്കും ആരും അഭിനയാതൊക്കെയായിട്ട് ജനിക്കുന്നില്ല. അതാണ് ഈ ഏത് നടനെയും നടനാക്കണ കേരളത്തിലെ ജനങ്ങളാണ്. ജനങ്ങളിൽ തന്നെ പിന്നെ എന്താ കഥ? ജനങ്ങൾ നമുക്ക് സപ്പോർട്ടുണ്ടോ? തീർച്ചയായിട്ടും ജയിക്കും. അത് ശ്രമിക്കണം, അഭിനയിക്കണം, അഭിനയിച്ച് പഠിക്കണം. കാരണം ഇതുവരെ സാധാരണ ഉള്ള ഒരാൾക്കാർ എല്ലാവർക്കും കിട്ടാത്തൊരു കഴിവാണ് ഈ അഭിനയം എന്ന് പറഞ്ഞത്. അഭിനയിക്കണം. സിനിമ എന്ന് പറഞ്ഞത് അഭിനയം നാടകമാണ്, സിനിമ ജീവിതമാണ്. അതിൽ വിശ്വസിക്കണമെന്നെ ഞാൻ. തീർച്ചയായിട്ടും. എന്നാൽ നാടകം ചെയ്ത പാരമ്പര്യം വേണം. സിനിമയുടെ അഭിനയം പഠിക്കണം, യോഗയൊക്കെ ചെയ്ത്. ചിലത് എനിക്ക് മുരളി മേനോനാണ്, അദ്ദേഹം ഇപ്പം എവിടെ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, എറണാകുളത്ത് തന്നെ. അദ്ദേഹമാണ് എനിക്ക് യോഗ ഇതൊക്കെ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് മാറ്റണ രംഗമൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ അടുത്ത് റിലീസാകാൻ പോകുന്നത് പഞ്ചായത്ത് ജഡ്ഡിയാണ്. അതെ. തീർച്ചയായിട്ടും നമ്മൾ രണ്ടാളും ഒരുമിച്ച് പോയി കാണണം. എന്നിട്ട് അതിൻ്റെ ഫിലിം എങ്ങനെയുണ്ട് നോക്കിയതിന് ശേഷം പ്രേക്ഷകരോട് പറയണം. പറഞ്ഞതിന് ശേഷം എല്ലാവരോടും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ വേണ്ടി ജനങ്ങൾ കാണട്ടെ. കാണട്ടെ. അതല്ലേ വേണ്ടത്. എന്നാ ശരി ഉണ്ണിയേട്ടാ. ഓക്കെ.